ഏലിയ ശ്ലീവ ഒന്നാം ഞായർ മത്തായി 10:34 മുതൽ 42 വരെ. ഹൃദയശാന്തതയും എളിമയുമുള്ളവനും സമാധാനത്തിൻ്റെ രാജാവും എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ തൻ്റെ വളരെ വ്യത്യസ്തമായ ഒരു മുഖമാണോ വെളിപ്പെടുത്തുന്നത് എന്ന ആമുഖ ചോദ്യത്തോടെ ഇന്നത്തെ നമ്മുടെ സുവിശേഷ വിചിന്തനം ആരംഭിക്കാം. ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. സമാധാനമല്ല, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. പുൽക്കൂട്ടിൽ ഉണ്ണിയായി അവിടുന്ന് പിറന്നപ്പോൾ സ്വർഗീയ സന്ദർശകരായ മാലാഖമാർ പാടി നന്മനസ്സുള്ളവർക്ക് സമാധാനം. തൻ്റെ പീഡാനുഭവത്തിനു മുമ്പ് അവിടുന്ന് ബന്ധനസ്ഥനായപ്പോൾ വാളെടുത്ത് പ്രതിരോധം സൃഷ്ടിക്കുവാൻ ശ്രമിച്ച പത്രോസിനെ വിലക്കിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞു, വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാലെ നശിക്കും. മത്തായി 26:51-52 വാക്യങ്ങൾ. കുരിശിൽ നിസ്സഹായനായി കിടന്നപ്പോഴും ക്ഷമയുടെ ഏറ്റവും വലിയ മാതൃകയായി എല്ലാവരോടും ക്ഷമിക്കണമെന്ന് പിതാവിനോട് പ്രാർത്ഥിച്ച് പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി അവിടുന്ന് മാധ്യസ്ഥം പറഞ്ഞു. പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്ന് അവർ അറിയുന്നില്ല. ലൂക്ക 23:34. തൻ്റെ 3 വർഷങ്ങൾ നീണ്ടുനിന്ന വചനപ്രഘോഷണത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയുമുള്ള സാക്ഷ്യങ്ങളിൽ ഏറ്റവും ഉന്നതമായത് സുവിശേഷ ഭാഗ്യങ്ങൾ എന്നറിയപ്പെടുന്ന മലയിലെ പ്രസംഗമായിരുന്നു. അതിലവിടുന്ന് സമാധാനത്തിന് കൊടുത്തത് 1-ാം സ്ഥാനമായിരുന്നു. എല്ലാ ഉപദേശങ്ങളും സമാധാനത്തിലേക്ക് നയിക്കുന്നവയായിരുന്നു. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. മത്തായി 5:9. ലോകസമാധാനത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവരുടെ സുവിശേഷങ്ങളുടെ സുവിശേഷമായിരുന്നു മലയിലെ പ്രസംഗം. കർത്താവിൻ്റെ ജീവിത ദൗത്യത്തിനും മനോഭാവത്തിനും വിപരീതമായ ഒരു ചിന്തയാണോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ വെട്ടിമുറിക്കലിൻ്റെ പ്രതീകമാകുന്ന വാളിലൂടെ അവിടുന്ന് അവതരിപ്പിക്കുന്നത്? ഇതിനോട് യോജിച്ചു പോകുന്ന മറ്റൊരു പ്രസ്താവനയും കർത്താവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കൊരു വാളില്ലെങ്കിൽ നിൻ്റെ മേലങ്കി വിറ്റ് ഒന്ന് വാങ്ങുക. ലൂക്ക 22:36. വൈരുദ്ധ്യങ്ങളെന്ന് തോന്നാവുന്ന ഈ ഉദ്ധരണികളെയും അവയുടെ പിന്നിലെ കർത്താവിൻ്റെ മനോഭാവത്തെയും മനസ്സിലാക്കണമെങ്കിൽ സമാധാനം എന്ന വാക്കിൻ്റെ അർത്ഥവും അത് ഉരുത്തിരിഞ്ഞ പശ്ചാത്തലവും നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ സുവിശേഷത്തിലൂടെ തന്നെ അത് തുടങ്ങാം. വാക്കുകളുടെ പിന്നിലുള്ള ആശയവും പശ്ചാത്തലവും വിശകലനം ചെയ്യേണ്ടതാണ്. വിശകലനം ചെയ്യുക എന്ന് പറയുന്നത് അനലൈസ് ചെയ്യുക എന്നാണ്. അതിൻ്റെ ഉള്ളടക്കം വേർതിരിച്ച് എടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ തന്നെ വാളിൻ്റെ അർത്ഥം കടന്നു വരുന്നു. മുറിക്കുക, വിഭജിക്കുക, വേർതിരിക്കുക എന്നൊക്കെ. ഇതിനൊക്കെ ഉപകരിക്കുന്ന ഉപകരണമാണ് വാൾ. പിന്നീടാണ് അത് ആയുധമാകുന്നത്. ഇരയെ കണ്ടെത്തി കീഴടക്കാൻ ഉപകാരപ്രദമാണ് വാൾ. സ്വയം സംരക്ഷണത്തിന് മനുഷ്യൻ വാൾ ഉപയോഗിക്കുന്നു. വായ്ത്തലയ്ക്കും മൂർച്ചയുണ്ട്, വീണ്ടും വീണ്ടും അതിന് മൂർച്ച കൂട്ടാവുന്നതുമാണ്. അതിനാൽ തന്നെ വാളിൻ്റെ ഉപയോഗം സൂക്ഷ്മത ആവശ്യപ്പെടുന്നതാണ്. അതിൻ്റെ ഉപയോഗം ഒരു അഭ്യാസവും കലയുമാണ്. പരിശീലനത്തിലൂടെ വളരെ പേർക്ക് ഒരു സേനയുടെ ഭാഗമാകുവാൻ സാധിക്കും. പ്രതിരോധത്തിൽ നിന്ന് യുദ്ധമെന്ന അടുത്ത പടിയിലേക്ക് കടക്കുമ്പോൾ വാൾ രാജ്യരക്ഷയ്ക്കുള്ള ആയുധമാകും. ആയുധ പൂജ വരെ നടത്തിക്കൊണ്ട് ഒരു മതാത്മക പരിവേഷം തന്നെ ചരിത്രം വാളിന് നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നും അടുത്തൊരു തലത്തിലേക്ക് കടക്കുമ്പോൾ വാളിന് ഒരു ആത്മീയ അർത്ഥവും പരിവേഷവും ലഭിക്കുന്നു. വെളിപാടിൻ്റെ പുസ്തകം ഒരു യുദ്ധക്കളത്തെ പശ്ചാത്തലമാക്കി വിരചിതമായതുപോലെ തോന്നും. ദൈവിക ശക്തി പൈശാചിക ശക്തിയോട് നിരന്തര യുദ്ധത്തിലാണ്. കർത്താവീശോ, അതായത് മനുഷ്യപുത്രൻ, തൻ്റെ നാവിൽ നിന്നും ഒരു ഇരുതല വാൾ പുറത്തെടുക്കുന്നുണ്ട്. മനുഷ്യപുത്രൻ്റെ വായിൽ നിന്നും പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുവായ്ത്തലയ വാൾ. 1:16. അവൻ്റെ പേര് തന്നെ അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. 2:12. ഈ പ്രതീകം വിശുദ്ധ പൗലോസ് എഫേസ്യർക്കുള്ള ലേഖനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. മനുഷ്യൻ ഏർപ്പെട്ടിരിക്കേണ്ട ആത്മീയ യുദ്ധത്തെ വിവരിക്കുവാൻ. 6:13-17 വരെ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുകയും ചെയ്യുവിൻ. മനുഷ്യപുത്രൻ്റെ വായിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാൾ, വെളിപാട് 1:16, വചനമാകുന്ന ആ വാളാണ്. ദൈവവചനം നന്മതിന്മകളെ വേർതിരിക്കുന്നതാണ്. അതിന് ഏറ്റവും ഉപയുക്തം ഇരുമുന വാളാണ്. ദൈവവചനത്തിന് ധാർമ്മികതയുടെ വിഭജന ശക്തിയും വ്യക്തതയും ഉണ്ടെന്ന് സാരം. മനുഷ്യപുത്രൻ്റെ വായിൽ നിന്നും പുറത്തേക്ക് എടുക്കുന്നത് അവിടുത്തെ നാവായ വാളാണ്, വചനമുച്ചരിക്കുന്ന നാവ്. സമാധാനത്തെക്കുറിച്ച് കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിൽ പറയുമ്പോൾ അതിൻ്റെ നിഷേധമാണ് കർത്താവ് നടത്തുന്നത് എന്ന മുൻമതിയാണ് നമുക്കുണ്ടാകുന്നത്. പ്രജുഡീസ്. ഇവിടെ സമാധാനം എന്തെന്ന ചിന്തയും ആവശ്യമായി വരുന്നു. ഷാലോം എന്ന ഹെബ്രായ പദത്തിൻ്റെ അർത്ഥം പൂർണ്ണമായത്, മുഴുവനായത് എന്നൊക്കെയാണ്. അങ്ങനെയുള്ളതാണ് സമാധാനം. ആ വാക്ക് അഭിവാദനത്തിനും വിടപറയലിനും ഉപയോഗിക്കുന്നു. ലത്തീനിലുള്ള പാക്സിൻ്റെ അർത്ഥം ശത്രുതയുടെ അഭാവം, ഐക്യം എന്ന് തുടങ്ങുന്ന സാഹചര്യമാണ്. സമാധാനം എന്ന മലയാള വാക്കിന് മനസ്സിൻ്റെ ഐക്യത്തിൽ നിന്നും സന്തുലിതാവസ്ഥയിൽ നിന്നും ഉരുത്തിരിയുന്ന ശാന്തതയും സ്വരച്ചേർത്തയും ഹാർമണി
എന്ന അർത്ഥമാണുള്ളത്. സമാധാനം ഒരാശംസയും കൂടിയാണ്. നന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് ദൈവപുത്രൻ്റെ പിറവിയിൽ മാലാഖമാർ പാടിയപ്പോൾ അത് നമുക്ക് മനസ്സിലാകും. ദിവ്യപുണ്യെ ദേവാലയത്തിൽ വെച്ച് കയ്യിലെടുത്ത ശിമിയോൻ കർത്താവെ അവിടുത്തെ ദാസനെ ഇപ്പോൾ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്ന് ലൂക്ക 2:29 നമ്മൾ ശിമിയോൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അത് വിടപെറയലിനെ സൂചിപ്പിക്കുന്ന വാക്കായി നമുക്ക് മനസ്സിലാക്കാം. ലത്തീൻ റീത്തിൽ പരിശുദ്ധ കുർബാന അവസാനിക്കുമ്പോൾ പുരോഹിതൻ ദൈവജനത്തെ പറഞ്ഞയക്കുന്നത് സമാധാനത്തിൽ പോകുക എന്ന ആശംസയോടുകൂടിയാണ്. നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ പല പ്രാവശ്യം ആവർത്തിക്കുന്ന ആശംസയാണ് സമാധാനം നിങ്ങളോടുകൂടെ എന്ന ആശീർവാദ വചനങ്ങൾ. നമ്മളവരെ സമാധാനത്തിൽ പറഞ്ഞയക്കുന്നില്ലെങ്കിലും. ഈ ചിന്തകളോടും വിശദീകരണങ്ങളോടും കൂടെ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഭൂമിയിൽ താൻ കൊണ്ടുവന്നിരിക്കുന്നത് സമാധാനമല്ല, വാളാണ് എന്ന കർത്താവിൻ്റെ വാക്കുകൾ ഒരു പ്രകോപനമല്ലേ? അത് ആയുധ സമരത്തിനുള്ള കാഹളവിളിയല്ലേ? നമ്മുടെ മനസ്സിൽ ആദ്യമായി വരുന്ന പ്രതിഷേധം ഇങ്ങനെയാണ് നമ്മൾ ചോദ്യരൂപേണ അവതരിപ്പിക്കുന്നത്. സമാധാനത്തിൻ്റെ രാജാവ് എന്ന പ്രവചനം പൂർത്തിയാക്കുവാൻ വന്ന അവിടത്തേക്ക് എങ്ങനെയാണ് ഈ വാക്കുകൾ ഉച്ചരിക്കുവാൻ സാധിക്കുന്നത്? സമാധാനം എന്നത് ഐക്യപ്പെടുന്നതുമായ മനോഭാവമാണ്. അതിന് വിപരീതമായ അകൽച്ചയും ഭിന്നതയുമാണ് വാൾ കൂടെ കൊണ്ടുവരുന്നത്. തുടർന്നുള്ള വാക്കുകൾ കൂടുതൽ അവ്യക്തത ഉളവാക്കുന്നവയാണ്. ഒരുവനെ തൻ്റെ പിതാവിനെതിരായും മകളെ അമ്മയ്ക്കെതിരായും മരുമകളെ അമ്മായിയമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഭിന്നിപ്പിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം പരസ്പരം കളയിപ്പിക്കുക, വേർതിരിക്കുക, അകറ്റുക എന്നൊക്കെയാണ്. വാളുകൊണ്ട് മുറിച്ച് അകറ്റുന്നത് പോലെ. അതിനാൽ വാളിൻ്റെ പ്രതീകത്തിന് ഇവിടെ പ്രസക്തി ഉണ്ടാകുന്നു. പരസ്പരം ഭിന്നിക്കുന്നതിലൂടെ ശക്തതയുണ്ടാകുന്നു. അത് അവിടുന്ന് തുറന്നു പറയുകയാണ്. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവൻ്റെ ശത്രുക്കൾ. ഈ കലഹിക്കലിൻ്റെയും വേർതിരിക്കലിൻ്റെയും കാരണമെന്താണ്? അത് ആശയതലത്തിലുള്ള വേർതിരിവിൽ അല്ലേ ആരംഭിക്കുന്നത്? മത രാഷ്ട്രീയ സംവിധാനങ്ങളിൽ നിന്ന് നമ്മൾ കാണുന്ന ചേരിതിരിവുകളും സംഘർഷങ്ങളും അതിലേക്കല്ലേ വിരൽ ചൂണ്ടുന്നത്? മുരടിച്ച യാഥാസ്ഥിതികതയും ഫനാറ്റിക് ഫണ്ടമെൻ്റലിസം, നവോത്ഥാനത്തിനും നവമോചനത്തിനും വേണ്ടിയുള്ള പുരോഗമന ചിന്തയും റീജനറേഷൻ, അവ തമ്മിലുള്ള സമാധാനം കെടുത്തുന്ന സംഘർഷമാണ് നമ്മളെവിടെയും കാണുന്നത്. അത് സഭയിലും ഒട്ടും കുറവല്ല, പ്രത്യാഘാതങ്ങൾ കൂടുതലും. സമാധാനവും ഐക്യവും സൃഷ്ടിക്കുവാൻ വേണ്ടി നമ്മൾ യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഒരു ചേരിയെ ഇല്ലാതാക്കി ഒന്നിനെ മാത്രം നിലനിർത്തി സൃഷ്ടിക്കുന്ന സമാധാനവും ഐക്യവും ഏകാധിപത്യം മാത്രമാണ്. വിശുദ്ധ സ്ഥലത്തു നിന്നും ജനമധ്യത്തിലേക്ക് വിഷവാതകമായി നമ്മുടെ അനൈക്യം നമ്മൾ കടത്തിവിടുന്നു. ഇതര മതരാഷ്ട്രീയ സംവിധാനങ്ങളിലും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും അത് പറഞ്ഞ് നമുക്ക് സമാധാനിക്കുവാൻ ഒന്നുമില്ല. സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ദൂതന്മാർ എന്ന് വിശേഷിക്കപ്പെടുന്ന നമ്മുടെ കാപട്യത്തിൻ്റെയും അപജയത്തിൻ്റെയും തുറന്നുകാട്ടലല്ലേ എക്സ്പോസിഷൻ നമ്മൾ കാണുന്നത്? ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്ന തലമുറ വ്യത്യാസം അപ്പനും മകനും അമ്മയും മകളും അമ്മായിയമ്മയും മരുമകളും തമ്മിലാണ്. അതായത് പഴയതും പുതിയതും തമ്മിൽ. ഇന്ന് സഭയിൽ നടക്കുന്ന സാഹചര്യം കൂടെ കർത്താവ് പ്രവചനാത്മകമായി ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് കൂട്ടിച്ചേർക്കേണ്ടതായിരുന്നു. പഴയ നിയമത്തിൽ നിന്നും പുതിയതിലേക്കുള്ള കടന്നുവരലും പരിവർത്തനവും പ്രത്യാശ ഉണർത്തുന്ന ചിന്തകളാണ്. അതിവിടെ കർത്താവ് വീക്ഷിക്കുന്നുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പഴയ വീഞ്ഞ് പുതിയ തോൽക്കൂടങ്ങളിൽ നിറയ്ക്കുന്നതിലെ അപകടം കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാർക്ക് 2:22, ലൂക്ക് 5:37 മുതൽ 39 വരെ. പുതിയ ആശയങ്ങളെ പരമ്പരാഗതവും കാർക്കശ്യമുള്ളതുമായ ചട്ടക്കൂട്ടിൽ ഒതുക്കിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെയാണ് കർത്താവ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വിഭജനവും നഷ്ടവും സംഭവിക്കും. പഴയതിനെ മാത്രം നിലനിർത്തുവാൻ ശ്രമിക്കുന്നതും പുതിയതിനെ പഴയ സംവിധാനങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതും പ്രതികൂലമായി ബാധിക്കും. ഇന്നത്തെ സുവിശേഷത്തിലെ 2ാം ഭാഗം ആദ്യ ഭാഗത്ത് കർത്താവ് അവതരിപ്പിക്കുന്ന ഭീതിതമായ സാഹചര്യത്തിനുള്ള വിശദീകരണമാണ്. കർത്താവിൻ്റെ വരവോടുകൂടിയാണ് പുതിയ നിയമം പിറക്കുന്നത്. ജെസ്സയിൽ നിന്ന് പൊട്ടിമുളച്ച പുതിയ ശാഖയാണ് ഈശോ. ജെസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും, അവൻ്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർക്കും എന്ന് യെശയ്യ 11:1 പറയുന്നു. ഈ പുതിയ ശാഖയിൽ വളരുവാൻ കുടുംബങ്ങൾ വഴി കൈമാറുന്നതിലും അതീതമായ പുതിയൊരു ബന്ധത്തിലേക്ക് നമ്മൾ കടക്കണമെന്ന് കർത്താവ് പറയുകയാണ്. എന്നേക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാളധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. സ്നേഹമെന്നത് ആഴമായ ബന്ധത്തിൻ്റെ അനുഭവമാണ്. ജന്മാന്തരങ്ങളിലൂടെ മനുഷ്യൻ കൈമാറുന്ന സ്നേഹം ഭൗതികവും താൽക്കാലികവും വിഭജിക്കപ്പെടുന്നതുമാണ്.
സ്വത്ത് വിഭജനത്തിൽ തുടങ്ങുന്നത്. ഇവിടെയാണ് കർത്താവ് പറയുന്ന വാളിൻ്റെ അർത്ഥം വെളിവാകുന്നത്. ഒരു വിഭജനമാണ് പുതിയ സ്നേഹം കൈമാറുന്നതിലൂടെ കർത്താവ് നടത്തുന്നത്. താൽക്കാലിക സമാധാനത്തെയാണ് അവിടുന്ന് നിഹനിക്കുന്നതും. കുരിശ്, മരണം, പുതുജീവൻ എന്നുള്ള പ്രതീകങ്ങളിലൂടെ കർത്താവ് ഒരു ഇറങ്ങിപ്പുറപ്പെടലിനെയും നഷ്ടപ്പെടുത്തലിനെയും പുതിയതിൻ്റെ കണ്ടെത്തലിനെയും കുറിച്ച് പറയുകയാണ്. സ്വന്തം കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവനത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവനത് കണ്ടെത്തും. ഈ വാക്കുകൾ നമ്മിൽ പ്രത്യാശ ഉളവാക്കുന്നു, നമ്മിൽ പുതുജീവൻ നാമ്പെടുക്കുന്നു. പ്രതീകങ്ങളിലൂടെയാണ് കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മോട് സംഭാഷിക്കുന്നത്. അവിടുത്തെ വാക്കുകൾക്ക് ഇരുമനവാളിൻ്റെ മൂർച്ചയുണ്ട്. ആ വാക്കുകളിലൂടെ അവിടുന്ന് പഴയതിനെയും പുതിയതിനെയും വേർതിരിച്ചെടുക്കുന്നു. പുതിയൊരു സമാധാനം നമുക്ക് അവിടുന്ന് നൽകുന്നു. കർത്താവ് മറ്റൊരിക്കൽ പറഞ്ഞ വാക്കുകൾക്ക് ഇവിടെ പ്രസക്തി ഉണ്ടാകുന്നു. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാനത് നൽകുന്നത്. യോഹന്നാൻ 14:27. ഈ ലോകം വിട്ട് അവിടുന്ന് പിതാവിൻ്റെ പക്കലേക്ക് കടന്നുപോയാലും കടന്നുപോകാത്ത സമാധാനമാണ് അവിടുന്ന് തന്നിട്ട് പോകുന്നത്. പുതുജീവനായി അത് പൊട്ടിമുളച്ച ഒരു പുതിയ സമൂഹമായി പന്തലിച്ച് നിൽക്കുന്ന സമാധാനത്തിൻ്റെ വൃക്ഷം എന്ന ദർശനത്തോടെ നമ്മുടെ ഇന്നത്തെ ചിന്തകൾക്ക് ഇവിടെ വിരാമം ഇടാം. ഏവർക്കും ഞായറാഴ്ചയുടെ അനുഗ്രഹങ്ങൾ മുൻകൂട്ടി ആശംസിക്കുന്നു. ഫാദർ ജെയിംസ് പുറത്തയിൽ, CST.